ഹലോ ഗൈസ്, നമസ്കാരമുണ്ട്. ഇതാണ് പുതിയ കിയ സെൽറ്റോസ് എക്സ് ലൈൻ 2024 മോഡലാണ്. സോ ഈ വണ്ടി വന്നിട്ട് ഒരു മാറ്റ് ഫിനിഷാണ്, മാറ്റ് കളർ. സോ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. ഇതൊരു കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റാണ്. പിന്നെ നമുക്ക് ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്റർ വരും. പിന്നെ ഗ്രില്ല് വന്നിട്ട് കുറച്ചും കൂടെ അഗ്രസീവാണ് ആസ് കമ്പയർഡ് ടു ക്രെറ്റ. ഇത് നിനക്ക് ഫ്രണ്ടിൽ ക്യാമറ വരും, പിന്നെ 4 സെൻസേഴ്സ് വരും, പിന്നെ ഫോഗ് ലാമ്പ് വരും, അതും LED ആണ്. സോ പിന്നെ വണ്ടി ഓവറോൾ കാണാനും നല്ല ഗെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു ഫീലുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഇതിൻ്റെ DRL വന്നിട്ട് ഗ്രില്ലിൻ്റെ അങ്ങോട്ടേക്ക് എക്സ്റ്റൻഷൻ ഇല്ല. സോ ഗ്രില്ലിൻ്റെ അങ്ങോട്ടേക്ക് DRL എക്സ്റ്റൻഷൻ കുറവ്. DRL വന്ന് ഹെഡ്ലൈറ്റ് വരുള്ളൂ. പഴയ സെൽറ്റോസിന് ഇതുവരെ ഉണ്ട്, ഗ്രില്ല് വരും. പിന്നെ ഈ വണ്ടിയിൽ റേഡാർ ഉണ്ട്, ലെവൽ 2 ADASൻ്റെ റേഡാർ സിസ്റ്റം ഉണ്ട്. സോ അത് വന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചതുപോലെ അവിടെയാണ്. പിന്നെ അലോയ് വീൽസ് വന്നിട്ട് ഈ വണ്ടിയിൽ വന്നിട്ട് നമുക്ക് വരുന്നത് ഒരു 215 18 ഇഞ്ച് അലോയ് വീൽസാണ്. സോ വണ്ടി ഓവറോൾ നല്ലൊരു അപ്പീയറൻസ് വരും ഈ അലോയ് വീൽ കാണും, നല്ലൊരു ഫീലാണ്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആ സെറ്റപ്പാണ്. പിന്നെ ഈ വണ്ടിയിൽ വന്നിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, അത് സൈഡ് ക്യാമറയാണിത്. ഈ ക്യാമറ ഇവിടെ മൗണ്ടിയിരിക്കുന്നു. പിന്നെ റിക്വസ്റ്റ് സെൻസർ വന്നിട്ട് ഡോറിൻ്റെ ഒരു സൈഡിലേ ഉള്ളൂ, അപ്പർ സൈഡ് ഇല്ല. അത് കൊറിയൻസിൻ്റെ പ്രശ്നമാണ്, അവർ ഒരു സൈഡിൽ കൊടുക്കുള്ളൂ. റൂഫ് റെയിൽ വന്നിട്ട് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ്ഡാണ്. പിന്നെ നമുക്കൊരു വലിയൊരു സൺറൂഫ് വരും, പാനോറാമിക് സൺറൂഫ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഷാർഫിന് ആൻറ്റിനയും വരും, അത് ഞാൻ കുറച്ച് നേരം കാണിക്കാം. സോ ഇതൊരു ക്രോം ബീഡിംഗ് ആണ്. ഇത് വന്നിട്ട് A പില്ലറിൽ നിന്ന് C പില്ലർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരു സംഭവം വേണ്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി LED സെറ്റപ്പാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 18 ഇഞ്ച് അലോയ് വീൽസ്, അത് ഞാൻ ആടെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ വണ്ടിക്ക് ഏകദേശം നല്ലൊരു അടിപൊളി ലുക്കിംഗ് ടൈലൈറ്റാണ്. അതിൽ കംപ്ലീറ്റ് LED ബേസ്ഡ് സെറ്റപ്പാണ്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ LED ആണ്. സ്വൈപ്പിംഗ് ഫംഗ്ഷൻ ഡൈനാമിക് സ്വൈപ്പ് ഇൻഡിക്കേറ്ററാണ്. പിന്നെ ഇതിന് ഡ്യുവൽ എക്സോസ്റ്റാണ്, കാരണം ഇത് പെട്രോൾ എക്സ്ട്രീം ടർബോ ആണ്, 1.5 ടർബോ എഞ്ചിൻ. പിന്നെ ഇതിൻ്റെ റിയറിൽ ഇത് റിവേഴ്സ് ലൈറ്റാണ്, റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽറ്റോസിൻ്റെ ബാഡ്ജിങ് കൊണ്ട് കൂടെ. ഇപ്പുറത്ത് ഇതിൻ്റെ വേരിയൻ്റ് എക്സ് ലൈൻ്റെ ബാഡ്ജിങ്. പിന്നെ ഇത് LED ടൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു കണക്റ്റഡ് ടൈലൈറ്റ് അല്ല, ഇടയ്ക്ക് വെച്ച് കീയുടെ അവിടെ നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കണക്റ്റഡ് ഫീൽ കിട്ടും കാണുമ്പോൾ. കീയുടെ ബാഡ്ജിനോട് നിൽക്കുന്നത്, കീയുടെ ബാഡ്ജിങ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റിയറിൽ വന്നിട്ട് നമുക്ക് വൈപ്പർ വരും, ഡീഫോഗർ വരും, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരും, അതിൽ തന്നെ വാഷർ വരും. പിന്നെ ഒരു ബ്ലാക്ക് സ്പോയിലറുണ്ട്, അതും കുറച്ചുകൂടെ സ്പോർട്ടിയായിട്ട് തോന്നും കാണും. പിന്നെ ബൂട്ട് സ്പേസ് ഏകദേശം ഒരു 495 സംതിങ് ലിറ്റർ, ഒരു 400-ന് അടുത്ത് മേലെ, 400-ക്ക് മേലെ കപ്പാസിറ്റിയുള്ള ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിയിൽ. പിന്നെ നമുക്ക് ലോഡിംഗ് ലിപ്പ് വന്നിട്ട് കുറവാണ്, അതിപ്പോൾ ക്രെറ്റയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ. ലോഡിംഗ് ലിപ്പ് വന്ന് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ലോഡിംഗ് ലിപ്പാണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് കുറച്ചും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് ലാമ്പ് ഉണ്ട് ഇവിടെ, ഒരു ഹാലോജൻ ലൈറ്റാണ്. അതുകൂടാതെ തന്നെ നമുക്ക് സൈഡിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈ വണ്ടിയുടെ സ്പെയർ ടയർ വരുന്ന ഒരു അലോയ് വീലല്ല, സാധാ സ്റ്റീൽ വീലാണ്. അതെനിക്ക് മനസ്സിലാകുന്നത് ഇത്രയും വില കൂടിയ വണ്ടിയിൽ എന്തുകൊണ്ട് അലോയ് വീൽ കൊടുക്കുന്നില്ല. പിന്നെ പാർസൽ ഷെൽഫുണ്ട്, പിന്നെ നമുക്കിവിടെ പിടിച്ചത് അടയ്ക്കാം, ആ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി ഇപ്പം ലോക്കായിരിക്കണം. കീയിലാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഫങ്ഷൻസ് ലൈക്ക് ലോക്ക് അൺലോക്ക് ഉണ്ട്, പിന്നെ ബൂട്ട് തുറക്കാം. സോ ഇതിൻ്റെ ബാക്ക് സീറ്റാണ്. ഇത് പിന്നെ ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ഒരു സൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ കേൾക്കാൻ പറ്റത്തില്ല, അപ്പർ സൈഡ് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ബാക്ക് സീറ്റിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഫേസ് ചെയ്ത് ഞാനിപ്പോൾ 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് എനിക്ക്. സോ ബാക്ക് സീറ്റ് വന്നിട്ട് ഓക്കെയാണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. ലെഗ് സ്പേസ് ഉണ്ട്, ലെഗ് സ്പേസ് ഓക്കെയാണ്. പിന്നെ ഡോറിൽ വന്ന് നമുക്കൊരു സൺഷെയ്ഡ് വരും, ഇത് കമ്പനി ഫിറ്റഡ് ആണ്, ആഫ്റ്റർ മോഡലിൽ. സോ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വെയിലത്തൊക്കെ സുഖമായിട്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് പവർ വിൻഡോ ഉണ്ട്, ഇത് ഇരുമ്പിൻ്റെതാണ്. പിന്നെ ഒരു ബോസിൻ്റെ സ്പീക്കറുണ്ട്, പിന്നെ ബോർഡ് ലോഡറുണ്ട്. ബോസ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിനുള്ള കംപ്ലീറ്റ് ബോസ് സിസ്റ്റമാണ്, വിത്ത് സബൂഫർ ആംപ്ലിഫയർ എല്ലാം ചേർത്ത്. 3 ഹെഡ്രസ്റ്റ് ഉണ്ട്, അത് ഈ വണ്ടിയുടെ പ്രത്യേകതയാണ്. ക്രെറ്റയിൽ 2 ഹെഡ്രസ്റ്റ് കൊടുത്തില്ല. പിന്നെ ഒരു ആംബ്രസ് ഉണ്ട്, അതിപ്പോൾ കവേർഡ് ആയതുകൊണ്ട് എനിക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ സീറ്റ്സ് നല്ല കംഫർട്ടബിളാണ്, എനിക്ക് നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ റിയർ AC വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. പിന്നെ ഫോൺ വയ്ക്കുന്ന സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എയർ പ്യൂരിഫയർ മോഡ് കൊടുത്തിട്ടുണ്ട്. എയർ പ്യൂരിഫയർ ശരിക്കും ഇതിന് ഡിസ്പ്ലേ പോലെ കൊടുത്തിരിക്കുന്നു. ക്രെറ്റയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് AC വേനകത്ത് വരുന്നത്, ഇത് വെറും ഡിസ്പ്ലേ ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കും. പിന്നെ മുമ്പത്തെ ക്രെറ്റ പോലെ തന്നെ
കാരണം കിയക്കാർക്ക് അത് AC വേണ്ടി കൊടുക്കുന്ന കാര്യമുള്ളൂ, പക്ഷേ അത് അവർ അങ്ങനെയാണ് അവർ ഇത് ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കും. ഇവിടെ സ്പേസ് ഉണ്ട്, പിന്നെ ഇവിടെ മാഗസീൻ ഓർഡർ ഉണ്ട്, പിന്നെ സൺറൂഫ് വന്ന അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്, എയറിനെസ് ഉണ്ട്. പിന്നെ നമുക്ക് റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്, കാരണം ഇത് എക്സ്ലൈൻ വേരിയൻ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്കൊരു LED 2 സൈഡുണ്ട്, LED ലൈറ്റ്, പിന്നെ ഒരു കോട്ട് ഹുക്ക് ഉണ്ട്. പിന്നെ ഈ ഗ്രാബ് ബാൻഡിലൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷുള്ള ഒരു സംഭവമാണ്, എനിക്ക് പിടിച്ചപ്പോൾ നല്ല പ്രീമിയം തോന്നി. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഏതൊരു ആൾക്കാരെങ്കിലും സുഖമായിട്ട് ഇറങ്ങാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഒരു 190 mm ആണ്. പിന്നെ ഫ്രണ്ട് ഡോറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്, 4 പവർ വിൻഡോ കൺട്രോൾസ്, പിന്നെ ലോക്ക് അൺലോക്ക് ഉണ്ട്, പിന്നെ അതുകൂടെ മിററിന് കൺട്രോൾ ഉണ്ട്, ഓട്ടോ ഫോൾഡ് ഉണ്ട്, പിന്നെ സ്പീക്കറുണ്ട്, അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് വന്ന് 6 വേ പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റാണ്. മെമ്മറി ഫംഗ്ഷൻ ഇല്ല, ആ ഒരു പോരായ്മയുണ്ട്, കാരണം ഇത്രയും ബഡ്ജറ്റിൽ മെമ്മറി ഫംഗ്ഷൻ വേണ്ട. അത് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഈ പവർ സീറ്റ്, അപ്പർ സൈഡ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ സീറ്റ് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉള്ളതാണ്, ഒരു ലെതർ അപ്പോൾസ്റ്ററി പോലെ തോന്നും, ലെതർ ഫിനിഷിംഗ് ഉള്ളത്. നമുക്ക് ഇത് വന്ന് ഫ്യൂവൽ തന്നെയാണ്. പിന്നെ ഡെഡ് പെഡലുണ്ട്, അലൂമിനിയം പെഡൽസ് ഉണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ട്, ഇത് ട്രാക്ഷൻ്റെ ആണ്. ഇത് വന്ന് വണ്ടിയുടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. പിന്നെ ഇത് HUD കൺട്രോൾ, പിന്നെ ഹെഡ് ലൈറ്റ് ലെവലർ ഉണ്ട്. പിന്നെ അലൂമിനിയം പെഡൽസ് നല്ലൊരു സ്പോർട്ടിനെസ് വണ്ടിക്ക് തരുന്നുണ്ട്. സോ എൻ്റെ ഒപ്പീനിയൻ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഇത്. പിന്നെ വണ്ടിയുടെ അകത്ത് നമുക്കൊരു ആമർച്ച് കിട്ടും, അതിന് നല്ല സ്പേസ് ഉണ്ട്, കൺസീൽഡ് നല്ല സ്റ്റോറേജാണ്. അതേ കൂടാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പ്രശ്നമുണ്ട്, കാരണം എയർ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് കപ്പോർട്ടാണ്, ഇത് തുറന്ന് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം. ഈ സംഭവം ഊരിക്കാൻ നല്ല സ്പേസ് കിട്ടും, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പോർട്ട് യൂസ് ചെയ്യാം. സോ അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇലക്ട്രോണിക് പവർ ബ്രേക്ക് ഉണ്ട്, പിന്നെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റോപ്പിലേക്ക് ഒന്ന് ഹോൾഡ് ആവും. വെൻ്റിലേറ്റർ സീറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് 7 DCT ആണ്, 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്. ക്രെട്ടയിലെ പോലെ തന്നെ ഇതിലും സെയിം ആണ്. പിന്നെ നമുക്ക് പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്കൊരു വ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് 360 ക്യാമറ വ്യൂ എന്ന ഓപ്ഷനാണ്. ഇത് ഡ്രൈവ് മോഡ് മാത്രമേ ഓൺ ആവുന്നുള്ളൂ. ഇത് പാർക്കിംഗ് ബ്രേക്കാണ്. മറ്റേ ഇത് വന്നിട്ട് മോഡ്സാണ്, നമുക്ക് ഈക്കോ, നോർമൽ, സ്പോർട്ട്, ഈ 3 മോഡുണ്ട്. പിന്നെ ഇത് നമുക്കൊരു വയർലെസ് ചാർജിങ് കൂടെ വരും, അതിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് Type-C ഉണ്ട്, USB ഉണ്ട്, പിന്നെ ഒരു 12 വോൾട്ട് പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. എല്ലാം വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് കിയ. പാക്കിൽ 12 വോൾട്ടിൻ്റെ കുറവ് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കാനായിരുന്നു. പിന്നെ ഇതിൽ വന്നിട്ട് ഇവിടെ കൂടുതൽ ക്ലബ് ഹൗസ് ഇല്ല, വെറും സാധാ ക്ലബ് ഹൗസ് ആണ്. പിന്നെ ഇതൊരു ഓട്ടോ ഡിമ്മിംഗ് ആണ്, റെയിൻ സെൻസിങ് വൈപ്പർ ഉണ്ട്, പിന്നെ ADASൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വന്ന് SOS എമർജൻസി, പിന്നെ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്കിവിടെ സൺഗ്ലാസ് ഹോൾഡർ വരും. പിന്നെ ഇത് LED ലൈറ്റാണ്, കംപ്ലീറ്റ്ലി LED സെറ്റപ്പാണ്. സൺറൂഫിന് കൺട്രോൾ ഉണ്ട് ഇവിടെ. ഇത് വന്നിട്ട് ഓൺ ലൈറ്റ് ഓൺ ചെയ്യുന്ന ഓപ്ഷനാണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അതിന് ബൂട്ടല്ല, പിന്നെ ഡോർ ലൈറ്റാണ്, ഡോർ ലൈറ്റ് നമുക്ക് അത് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഷാർഫിൻ 19 ആണ്. ഇത് കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷിംഗ് ഉള്ളതാണ്, അതൊരു കാണാൻ രസമുണ്ട്, നമ്മുടെ വണ്ടിയുടെ ബോഡിക്ക് അനുസരിച്ച് തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ സൺറൂഫ് കാണിക്കാം. സൺറൂഫ് വന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്, നമുക്കൊരു പ്രീമിയം വണ്ടി ഇരിക്കുന്ന ഒരു ഫീലാണ്. കംപ്ലീറ്റ് തുറക്കും. പഴയ സെൽട്ടോസിനൊക്കെ ചെറിയ സൺറൂഫ് ആയിരുന്നു, ഇതിൽ വന്നപ്പോൾ അത് വലിയ സൺറൂഫാണ്. ഇനി ഇതൊരു വാനിറ്റി മിറർ, ലൈറ്റ് ഇല്ലാത്തൊരു പോരായ്മയുണ്ട്, കാരണം ഇത്രയും പൈസ കൊടുക്കാൻ വേണ്ടി ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞൊരു കുറവാണ്, ഒട്ടും അത് ഇതായിട്ടില്ല. പിന്നെ സ്റ്റീരിങ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ വണ്ടിയിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ മീറ്റർ കൺസോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. വിത്ത് ടച്ച് സ്ക്രീൻ വന്നിട്ട് ഒരു 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. അത് ഞാൻ അതിലേക്ക് വരാം. ഇത് വന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോളാണ്. സ്റ്റിയറിംഗ് MID കൺട്രോൾ, ക്രൂസ് കൺട്രോൾ ഉണ്ട്, പിന്നെ വോളിയം കൺട്രോൾ ഉണ്ട്, വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്, കോളുണ്ട്, മോഡുണ്ട്. ഇതൊക്കെ വന്നിട്ട് മറ്റേ MID കൺട്രോൾസാണ് കുറേയൊക്കെ. ഇപ്പുറത്തുള്ളത് ക്രൂസ് കൺട്രോളാണ്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ക്രൂസ് കൺട്രോൾ, പിന്നെ മീഡിയ കൺട്രോൾസ്, മറ്റേ ഇതിൻ്റെ MID കൺട്രോൾസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ടച്ച് സ്ക്രീൻ ഇതൊക്കെ കണക്റ്റഡ് ആണ്, നമുക്കൊരു പ്രീമിയം വണ്ടിയിലെ കാണുന്ന ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനെ പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ വന്നിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ 2 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഓവറോൾ ഈ വണ്ടിയിൽ എല്ലാ ലോഡിങ്സും ഉണ്ട്. ഇതിലില്ല എന്ന് പറയുന്ന ഫീച്ചേഴ്സ് കുറവായിരിക്കും, കാരണം ഈ കൊറിയൻസ് കൂടുതലും ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഫോക്കസ് ചെയ്യുന്നത്.
സോ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫർദറിലേക്ക് പോവാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും. നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിലും നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതിൽ മാപ്പുണ്ട്, നാവിഗേഷൻ ഉണ്ട്, കോളുണ്ട്, ഫോൺ പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, യൂസർ പ്രൊഫൈൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കിയ കണക്റ്റ് എന്നൊരു സംഭവമുണ്ട്. അത് വണ്ടി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് മൊബൈലായിട്ട് പെയർ ചെയ്ത് നമുക്ക് വണ്ടിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാനുള്ള സൗകര്യമാണ്. പിന്നെ ഇതിൽ തന്നെ ലേ ഔട്ടുണ്ട്, അതുപോലെ തന്നെ ബട്ടൺ, കിയ കണക്റ്റ്, ജനറൽ സെറ്റിങ്സ് ആണ്, ഡിസ്പ്ലേ ഉണ്ട്, വെഹിക്കിളുണ്ട്, നാവിഗേഷൻ ഉണ്ട്, സൗണ്ട് ഉണ്ട്, ഡിവൈസ് ഉണ്ട്, അങ്ങനെ മോർ ദാൻ സഫീഷ്യൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ വണ്ടി ശരിക്കൊരു ലോഡഡ് വണ്ടിയാണ്. ലൈക്ക് ക്രെറ്റയിൽ ഇതേപോലത്തെ സ്ക്രീനാണ് വരുന്നത്. ക്രെറ്റയിൽ ഇതിൽ ഒരേ ഫീലാണ് നമുക്ക് കിട്ടുന്നത് ടച്ച് സ്ക്രീൻ്റെ കാര്യത്തിൽ, കാരണം രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ കമ്പനിയാണ്. സോ ഇതിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു പോരായ്മ തോന്നിയത്, ഇത് എക്സ്പ്ലെയിൻ ആയിട്ട് പോലും ഇതിൽ വയർലെസ് ആപ്പ് എടുക്കാൻ ആൻഡ്രോയിഡ് ഓട്ടോ കിയ കൊടുത്തിട്ടില്ല. സോ അത് താഴത്തെ വേരിയൻറ്റിലുണ്ട്, എന്നാൽ ഈ വേരിയൻറ്റിലില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി. ഈ പ്രീമിയം പൈസ കൊടുത്തൊരു കസ്റ്റമർ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിലെന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിൽ പാഡൽ ഷിഫ്റ്റ് ഉണ്ട്, പിന്നെ ഹെഡ്ലൈറ്റിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റാണ്. അതേപോലെ തന്നെ ഇതിൽ വൈപ്പർ കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇത് നല്ലൊരു അടിപൊളി ഇതാണ്, മീറ്റർ കൺസോളാണ്. അതൊക്കെ മോഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഗ്രാഫിക്സ് മാറും. സോ ഇതൊക്കെ കാണാൻ രസമൊക്കെ ഉണ്ട്, നല്ല അടിപൊളി ഫീലാണ്. നമുക്കൊരു 3 മോഡുണ്ട്, അതനുസരിച്ച് ഇത് ചേഞ്ച് ആവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ടച്ച് സ്ക്രീനകത്ത് പോയി കസ്റ്റമൈസ് ചെയ്യാം, അതും കുറച്ചുകൂടി നല്ല രസമായിരിക്കും. പിന്നെ ഇതിൽ MID തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് വേറൊരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. പിന്നെ അതുകൂടാണ്ട് ഇതിൽ ഫ്യൂവൽ അങ്ങനെ കുറേ ലെവൽസ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് മീറ്ററിൻ്റെ താഴത്തിന് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെയിൻ വ്യൂ ക്യാമറയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ക്യാമറയിൽ നമുക്ക് അതിൻ്റെ വ്യൂ കറക്റ്റായിട്ട് വരും. അതേപോലെ തന്നെ ഇതിന് ബോസ് സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ട്വീറ്റേഴ്സ് ഉണ്ട്, സബ് ഊഫർ വന്നിട്ട് ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വന്നിട്ട് ഡ്യുവൽസ് വന്നിട്ട് വെന്റിലേറ്റർ സീറ്റ്സ് വന്നിട്ട് നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ഇരിക്കാം, അതിലൊരു കുഴപ്പമില്ല. നമുക്ക് 3 മോഡുണ്ട് അതിൽ. പിന്നെ ഇതിൻ്റെ AC-യിലേക്ക് വരികയാണെങ്കിൽ ഇത് ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ്. അതിൻ്റെ അവിടെ നമുക്ക് മീഡിയ കൺട്രോൾസ് ഉണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മീഡിയ കൺട്രോൾസ് നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ്. നമുക്ക് അടുത്തുള്ള കോ പാസഞ്ചറിനും ഡ്രൈവറിനും വേണ്ട സോൺ അങ്ങോട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടിയിൽ വന്നിട്ട് ADAS ഉണ്ട്. ADAS വന്നിട്ട് ഇതിനകത്ത് ലെവൽ 2 ADAS സിസ്റ്റം ഉണ്ട്. അതിൽ വന്നിട്ട് ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്, ലെയിൻ അസിസ്റ്റ് ഉണ്ട്, അങ്ങനെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ലെവൽ 2 ഉണ്ട്, അതൊക്കെ ഈ വണ്ടിയിലുണ്ട്. സോണറ്റിലെ ലെവൽ 1 ഉള്ളൂ, ഇത് ലെവൽ 2 ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ADAS വേണമെങ്കിൽ ഓഫും ചെയ്തിടാം, അതിനുള്ള ഫീച്ചറും ഉണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടിയിൽ. പിന്നെ ഈ വണ്ടിയിൽ ഉള്ളത് വേറെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഫോണ്, അങ്ങനെ വരുമ്പോൾ ജനറൽ, പിന്നെ ഇത് മാറ്റാം, അങ്ങനെ ക്രിയേറ്റീവ് ബോർഡ്, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഇതിൻ്റെ HUD ഡിസ്പ്ലേ ആണ്, അഥവാ HUD എന്ന് പറയും, അതുണ്ട്, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഓവറോൾ നല്ലൊരു പ്രീമിയം വണ്ടി ഇരിക്കുന്ന ഫീലുണ്ട് ഈ വണ്ടിയിൽ, നല്ലൊരു അടിപൊളി ഡാഷ്ബോർഡൊക്കെയാണ്. പിന്നെ ഇതിൽ സൗണ്ട് മൂഡ് ലാമ്പുണ്ട്, അതായത് നമ്മളിടുന്ന സൗണ്ട് അനുസരിച്ച് ലൈറ്റ് വന്നിട്ട് ഇത് ആംബിയൻ ലൈറ്റ് ചേഞ്ച് ആവും. അത് ശരിക്കും രാത്രിയൊക്കെ നല്ലൊരു ഫീലാണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അത് ഫാമിലി ആയിട്ടാണോ ഒറ്റയ്ക്കാണെങ്കിൽ നല്ലൊരു ഫീലായിരിക്കും. അതിൻ്റെ ആ ഒരു പാട്ടനുസരിച്ച് ആ ലൈറ്റിങ്ങിനാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, കാണാൻ രസമുണ്ട്. അത് ആ സ്പീക്കറിനകത്താണ് കൊടുത്തിരിക്കുന്നത്, ആ ബോസ് സ്പീക്കറിനകത്ത്, അതൊരു നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ വണ്ടിയിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വന്നിട്ട് ഈ ലേ ഔട്ടിനകത്ത് സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് ലിങ്ക് ടു ഡ്രൈവ് മോഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വ്യൂവിനനുസരിച്ച് ഇത് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു വണ്ടി കുറച്ചുകൂടെ ഇതായിരിക്കുന്നു, കുറച്ചുകൂടെ വണ്ടിയുടെ ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് വന്നിട്ട് ഒരു വ്യൂ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു അപ്പിയറൻസ് വേണം, ആ ഒരു മോഡും ഈ വണ്ടിയിലുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും ടോപ്പിലുള്ളൊരു ഓപ്ഷനാണ്. അതായത് ലിങ്ക് ടു ഡ്രൈവ് മോഡ് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ് നമുക്ക് വേണ്ടി വരും.
അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന് ഹസാർഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് പിന്നെ മീഡിയ കൺട്രോൾസാണ്. അത് ഫിസിക്കൽ കൺട്രോൾസും ഉണ്ട്. യൂഷ്വലി വണ്ടികൾ ഫിസിക്കൽ കൺട്രോൾസ് അല്ല, പക്ഷേ ഇതിലുണ്ട്. പിന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് ഉണ്ട്. പിന്നെ ഹെഡ്സപ്പ് ഡിസ്പ്ലേയിൽ വന്നിട്ട് നമുക്ക് ഡിജിറ്റൽ സ്പീഡ് കാണാം. അതേപോലെ തന്നെ നാവിഗേഷൻ്റെ സംഭവം ഡയറക്ഷനൊക്കെ കാണിക്കും. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഈ ഇതിലിങ്ങനെ കാണിക്കും. ഇത് അത്രയ്ക്ക് ഒരു യൂസ്ഫുൾ ഫീച്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നാലും ഇത് നല്ലൊരു ഫീച്ചറാണ്. ബലീനോയിലൊക്കെ വരെ ഉണ്ട് ഈ സംഭവം. പിന്നെ ഇത് ക്രെട്ടയിലില്ല. അതെന്തുകൊണ്ട് ക്രെട്ട കൊടുക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല. അത് ഇനി കിയയിൽ മാത്രമേ ഉള്ളൂ. ക്രെട്ടയിൽ എന്തോ ഇല്ലാത്തത് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിൻ്റെ 360 ക്യാമറയാണ്. ഇതിൽ നമുക്ക് സറൗണ്ടിങ്സ് വ്യൂസ് ഉണ്ട്, പിന്നെ സൈഡ് വ്യൂ ഉണ്ട്, ബാക്ക് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്. കംപ്ലീറ്റ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നതാണ് കാണാം. മൊത്തം നല്ലൊരു ഫീലാണ്. ഇതിന് ക്യാമറ സിസ്റ്റം നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ളതാണ്. പിന്നെ വണ്ടി നല്ല ഒരു പ്രീമിയം ഫ്രണ്ടിൽ നിന്ന് കാണാൻ രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടയർ നോസ് ഗ്രില്ല് അതൊക്കെ ഒരു നല്ലൊരു പ്രീമിയം ഫീലാണ്. ഇൻഡിക്കേറ്റർ നോക്കുക. ഇത് വന്നിട്ട് നല്ലൊരു LED സെറ്റപ്പാണ്. ഇതിൽ വന്നിട്ട് നമുക്ക് സ്വൈപ്പ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിപ്പം നല്ലൊരു രസമാണ് കാണാൻ. അതിപ്പോൾ നമുക്ക് ആ സ്വൈപ്പ് ചെയ്ത് കാണാം. അതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ആ DRL ഒരു സൈഡ് ഓഫ് ആവും, പിന്നെ അത് ഓൺ ആവും. അതൊക്കെ നല്ലൊരു രസമുണ്ട് കാണാൻ. DRL എനിക്ക് മനസ്സിലാകാത്തതിന് കിയക്കാർ ആദ്യം കൊടുത്തത് നീട്ടി കൊടുത്തതാണ്. പിന്നെ അതിന് ആ ഗ്രില്ലിൻ്റെ അങ്ങോട്ടുള്ള ആ DRL എന്തുകൊണ്ട് അവരെടുത്ത് മാറ്റുന്നറിയാം. ഇനി ഇതൊരു LED ഫിനിഷാണ്. ഇപ്പോൾ ക്രെട്ടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 100 DRL ഉണ്ട്. ഇതിന് ആ ഒരു സംഭവം ഇല്ല. ഇതിവിടെ കൊടുത്താണ്. ഇത് ഡമ്മിയായിട്ടൊരു പീസ് വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അത് കംപ്ലീറ്റ് കൊടുത്തിരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ നല്ലൊരു LED സെറ്റപ്പാണ്. ഫോക്കലായിട്ട് കാണാം. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്കും സൂപ്പർബാണ്. സൂപ്പർബ് എന്നാണ് അടിപൊളി. ഇതിൻ്റെ സ്വൈപ്പ് ഇൻഡിക്കേറ്റർ ഉണ്ട്. LED സെറ്റപ്പാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി LED കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു ലൈറ്റിനൊരു ഫീലുണ്ട്. പിന്നെ ഓവറോൾ വണ്ടി പൊളിയാണ്. പിന്നെ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ വണ്ടിയിലേക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഡീസൽ എഞ്ചിനുണ്ട്, അത് പെട്രോൾ എഞ്ചിനുണ്ട്. പെട്രോൾ എഞ്ചിൻ എനിക്ക് 1.5 ലിറ്റർ എഞ്ചിനാണ്. അതിൽ വന്നിട്ട് ഡീസലും സെയിം ആണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ടർബോ എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ 140.4 bhp ആണ്. അതുപോലെ തന്നെ മാക്സിമം 144 bhp 114.41 bhp ആണ് അറ്റ് 4000 rpm. എഞ്ചിൻ വന്നിട്ട് 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 250 ന്യൂട്രൺ മീറ്റർ ടോർക്കും അറ്റ് 1500 to 2750 rpm-ലാണ്. ട്രാൻസ്മിഷൻ വന്നിട്ട് 7 സ്പീഡ് DCT ആണ്. പിന്നെ അതുപോലെ തന്നെ മൈലേജ് ARI ക്ലെയിംഡ് മൈലേജ് വന്നിട്ട് 19.1 kmpl-ലാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. അതേപോലെ തന്നെ ഡീസൽ എഞ്ചിൻ എടുക്കുന്നവർക്ക് ഒരു AdBlueൻ്റെ പ്രശ്നം വരും. അപ്പോൾ പെട്രോളാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ നമുക്ക് നല്ല പിക്കപ്പ് എല്ലാം കിട്ടും. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ലതാണ്, നല്ല ചോയ്സാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് 25 lakhs ഉണ്ടെങ്കിൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ